ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മുട്ടക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചേട്ടനാട്ടോ മുട്ടക്കപ്പ തയ്യാറാക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ആണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മുട്ടക്കപ്പ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ കപ്പ നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ കപ്പ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്നത് പോലെ തന്നെ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ കൊത്തി എടുത്ത കപ്പ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ കപ്പ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ കൂടത്തിലല്ല ഉപ്പിട്ട് കൊടുക്കുന്നത്, പകുതി വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കപ്പ ഒന്ന് വേകട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാം. മുട്ടക്കപ്പയുടെ മസാല തയ്യാറാക്കാനായിട്ട് ഇവിടെ നമ്മൾ 3 സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 5 മുട്ട വേണം. അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഈ കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സവോളയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മസാലയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. ഇത് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് സവോള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നു. ഈ സവോള നമ്മൾ ബ്രൗൺ കളറൊന്നും ആവണ്ട, അത്രയ്ക്ക് നമ്മൾ സാധാരണ നമ്മൾ സവോള വഴറ്റുന്ന പോലെ അത്രയ്ക്ക് ബ്രൗണിഷ് കളറൊന്നും വരണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, ഇത്രയും പൊടികളൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഐറ്റം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ട. 5 മുട്ടയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ 5 മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ നമ്മൾ വെന്ത് വന്ന കപ്പയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലിട്ടിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. നന്നായിട്ട് കപ്പ വെന്ത് വന്നുകൊണ്ട് ഒന്നും കൂടെ നമ്മൾ ഇളക്കി നല്ല ആ മസാലയെല്ലാം കപ്പയിൽ പിടിച്ചാൽ മതി. എന്നാലും നമ്മൾ ഒരു 2-3 മിനിറ്റെങ്കിലും അതേ പരുവത്തിൽ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കണം, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആനന്ദിയൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ഇവിടെ ഉണ്ടാക്കുമ്പോഴൊക്കെ വളരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.